ചോറ്റാനിക്കരയിൽ അവിടെ മകം തൊഴിലിനായി ചോറ്റാനിക്കരയിലെ വൻ ഭക്തജന തിരക്കെന്നാണ് അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. ചോറ്റാനിക്കര ദേവിയുടെ ദർശനത്തിനായി കാത്തിരിക്കുന്നത് ഒരുപാട് ജനങ്ങളുണ്ട് അവിടെ. ഇന്ന് രാത്രി 9:30 മണിയാണ്. 9:30 മണി വരെ ദർശനം നടത്താൻ കഴിയും. സൂര്യശ്രീ ചോറ്റാനിക്കരയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. സൂര്യശ്രീ, ശരിക്കും ഈ സമയം കഴിയുന്തോറും ആളുകൾ കൂടുതലെത്തുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ? ഗുഡ് ഈവനിങ് SKN. ശ്രീലകത്ത് നിറഞ്ഞു കത്തുന്ന നെയ്വിളക്കിന്റെ പ്രഭയിൽ ഇവിടെ ചോറ്റാനിക്കര ദേവി ഭക്തർക്ക് ദർശന സായുജ്യം നൽകുകയാണ്. തികച്ചും ഭക്തി നിർഭരമായ കാഴ്ച, ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷം തന്നെയാണ് ചോറ്റാനിക്കര ദേവി സന്നിധിയിൽ നിന്നുണ്ടാകുന്നത്. രാവിലെ മുതൽ തന്നെ തുടങ്ങിയ ക്യൂ ആണ്. കൃത്യം 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മകം തൊഴലിനായി ക്ഷേത്രം നട തുറന്നത്. ക്ഷേത്രത്തിലെ നെയ്വിളക്കിൽ തിരികൊളുത്തിയ ശേഷം സർവാഭരണ വിഭൂഷിതയായ ദേവി ഭക്തർക്ക് ദർശനം നൽകി തുടങ്ങി. അമ്പേ നാരായണ ദേവി നാരായണ മന്ത്രധ്വനികളോടെ നിരവധി ഭക്തരാണ് ഈ ഒരു ദർശന സായുജ്യത്തിനായി ക്ഷേത്ര നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തിരക്കിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല. നിരവധി പേരാണ് ഇത്തരത്തിൽ ചോറ്റാനിക്കര അമ്മയെ ഒരു നോക്ക് കാണുവാൻ തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അമ്മയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുവാനായി എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പുറത്തും അകത്തുനിന്നുമൊക്കെയായി രാവിലെ തന്നെ മുതൽ ഇത്തരത്തിൽ പല സംഘങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. നീണ്ട ക്യൂ ആണ് കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ക്യൂവും ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് പുരുഷന്മാർക്കും കുടുംബങ്ങളുമായി എത്തുന്നവർക്കുമൊക്കെയുള്ള ക്യൂ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക കുംഭമാസത്തിലെ മകം നാളിൽ മിഥുനം ലഗ്നത്തിലാണ് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ മകം തൊഴലിനായി നട തുറക്കുന്നത്. സർവാഭരണ വിഭൂഷിതയായി വലത് കൈയിൽ തങ്കഗോളകൾ ചാർത്തിയാണ് ദേവിയെ ഇത്തരത്തിൽ ദർശിക്കാനായി സാധിക്കുക. വില്യമംഗലത്ത് സ്വാമിയാർക്ക് ആദിപരാശക്തി സർവാഭരണ വിഭൂഷിതയായി അഭയവരത മുദ്രകളോടെ വിശ്വരൂപ ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് വർഷാവർഷം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ചടങ്ങുകൾ നൽകുന്നത്. ചോറ്റാനിക്കര ദേവി, അതായത് ലക്ഷ്മി നാരായണ സമേതനായി ഭക്തർക്ക് മുന്നിൽ ദർശനം നടത്തുന്ന ഒരേ ഒരു ദിവസമാണ് ഇന്ന്. അത് കുംഭമാസത്തിലെ മകം ദിനത്തിലാണ്. ഈ ദിവസത്തിൽ ആളുകളൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് തടിച്ചുകൂടുകയാണ്. തങ്ങളുടെ ദേവിയെ, വൈഷ്ണവ ചൈതന്യം നിറഞ്ഞ ദേവിയെ ഒരു നോക്ക് കാണുവാൻ തങ്ങളുടെ ആഗ്രഹങ്ങൾ അഭീഷ്ടകാര്യ സിദ്ധിക്കായാണ് ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ തന്നെ എത്തുന്നത്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എത്തുന്നതെന്ന് പറയുമെങ്കിലും ഇന്ന് പുരുഷന്മാരും കുടുംബങ്ങളും ഒക്കെ തന്നെ കൂടുതലായി എത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് സന്താന ലബ്ധി, അതുപോലെ തന്നെ ഭർത്തൃ സുഖപ്രാപ്തി, എല്ലാ അഭിവൃദ്ധിക്കും വേണ്ടി ഇത്തരത്തിൽ ദേവിയെ ഒരു നോക്ക് കണ്ട് തങ്ങളുടെ ആഗ്രഹം അറിയിക്കുവാനായിട്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. ചേച്ചി, എവിടെ നിന്നാണ്? കാലടി. എല്ലാ വർഷവും വരുന്നതാണോ? അതെ, മോളെ കെട്ടിച്ചാണ്, എല്ലാ വർഷം വരാറുണ്ട്. എന്താ പേര്? കല്യാണം കഴിഞ്ഞ വന്ന് തൊഴാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി പേരാണ് ഇത്തരത്തിൽ ചോറ്റാനിക്കര അമ്മയുടെ ഈ വൈഷ്ണവ ചൈതന്യം നിറഞ്ഞ സ്വരൂപത്തിന്റെ മുന്നിൽ ദർശന സൗഭാഗ്യത്തിനായി എത്തിയിരിക്കുന്നത്. രാത്രി 9:30 ക്ഷേത്രത്തിൽ നടയടയ്ക്കുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ മങ്ങാട്ടുചിറയിലേക്ക് ദേവിയുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാകുക. അത് നിലവിൽ എല്ലാ ക്യൂകളിലും നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. നിലവിൽ ചെറിയൊരു മഴക്കാരൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇതൊന്നും തന്നെ ഈ ഭക്തരെ ബാധിക്കുന്നില്ല. എല്ലാവരും ഭക്തിമയത്തിലാണ് എന്ന് തന്നെ പറയാം. എങ്ങും അമ്മേ നാരായണ ദേവി നാരായണ മന്ത്രധ്വനികൾ മാത്രമാണ് ഉയരുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സൗഭാഗ്യങ്ങൾക്ക് നന്ദി അറിയിക്കാനും ഒക്കെ തന്നെയായി നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് തടിച്ചുകൂടിയെത്തിയിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം നിരവധി പേരാണ്. ഇപ്പോൾ മഴ നേരിയ തോതിൽ ചാറി തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും തന്നെ ഇത്തരത്തിൽ ക്ഷേത്ര അങ്കണത്തിലെ ബാധിക്കുന്നില്ലെന്ന് പറയാം. എന്തായാലും ഭക്തിസാന്ദ്രമാണ് ചോറ്റാനിക്കരയിലെ മകം തൊഴൽ ചടങ്ങ് ചെയ്യുന്നത്. സൂര്യശ്രീയാണ് ചോറ്റാനിക്കരയിൽ നിന്നും മകം തൊഴിലിന് ഏറ്റവും ഒടുവിലത്തെ വിവരം നൽകിയത്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ഒരു കഥയിൽ മഴ പെയ്തായിട്ട് പോലും അറിയില്ല.